ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപകടത്തിന് മുമ്പുള്ള ഞാൻ ആരായിരുന്നെന്നോ എന്തായിരുന്നെന്നോ എല്ലാം ഞാൻ മറന്നുപോയി. ഒന്നും ഓർത്തെടുക്കാൻ പോലും കഴിയുന്നില്ല. അപ്പൊ വെറുതെ അല്ല നീ ഇതുവരെ ആരെയും തിരിച്ചറിയാതിരുന്നത്. അമ്മേ, ഞാനിന്ന് പുറത്തു പോവാണേ. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. എങ്ങനെയാ പോകുന്നേ? അവന്തിക ഒപ്പം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി ഇപ്പൊ 1 മണിക്കൂറിനുള്ളിൽ എത്തും. അത് വേണോ മോളെ? ഗൂഗിള് വന്നിട്ട് പോയാ പോരെ? ഇവിടെ തൊട്ടടുത്തുള്ള മാർക്കറ്റിലേക്ക് അമ്മേ. മാക്സിമം പോയാ 1 മണിക്കൂർ സമയം. അതിനുവേണ്ടി വെറുതെ ഗൂഗിളിനെ ബുദ്ധിമുട്ടിക്കണം. അവന്തിയെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ? അയ്യോ അമ്മേ, ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച് ബുദ്ധിമുട്ടിച്ചൊന്നുമല്ല. പുള്ളിക്കാരി ഷോപ്പിങ്ങിന് പോകുന്നുണ്ടെന്ന് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ച് പറഞ്ഞതാ. അപ്പോ ഞാനും കൂടി വരാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാ ഞാൻ റെഡി ആവട്ടെ. മോനെ, നീ എവിടെയാ? ഞാൻ ഹോസ്പിറ്റലുണ്ട്. എന്താമേ? സമൃദ്ധ അവന്തികയായിട്ട് എന്തോ ഷോപ്പിങ്ങിന് പോവാണെന്ന് പറയുന്നു. ഞാനെത്തുമ്പോ അല്പം വൈകും. അവര് പോയിട്ട് വരട്ടെ. അമ്മ വെറുതെ ഒന്നും ചിന്തിച്ചു കൂട്ടണ്ട. അല്ല മോനെ, ഡോക്ടർ റൗണ്ട്സിന് വരാറായി. ഞാൻ വെക്കാമേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഞാൻ വിളിച്ച സമൃദ്ധ എന്റെ കൂടെ എവിടെയും വരുമോ? എന്താ സംശയം? എപ്പോ വന്നൂന്ന് ചോദിച്ചാ മതി. അപ്പോ എന്റെ കൂടെ വരാൻ സമൃദ്ധിക്ക് ഇഷ്ടാണല്ലോ അല്ലേ? അല്ലെങ്കിൽ പിന്നെ വരാന്ന് ഞാൻ പറയോ? അല്ല, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 10 വർഷത്തോളമായി. അപ്പോ ഹണിമൂണിന് നിങ്ങൾ എവിടെയാ പോയത്? ഇല്ല, അങ്ങനെയെങ്ങും പോയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. കൊള്ളാം, ഓർക്കുന്നില്ലേ? അതെന്താ അങ്ങനെ? ഞങ്ങള് അതിനെങ്ങും പോയിട്ടില്ല. നിങ്ങളാളുകൾ കൊള്ളാലോ. ഹണിമൂൺ പോട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും യാത്രകൾ പോയിട്ടുണ്ടോ? എന്റെ മനസ്സിൽ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രകളുടെ ഓർമ്മകളൊന്നുമില്ല. ഓർമ്മയില്ലാന്ന് പറഞ്ഞ? അങ്ങനെയെങ്ങും പോയിട്ടില്ല. പോയെങ്കിലല്ലേ നമുക്ക് അതൊക്കെ ഓർത്തു വെക്കാൻ പറ്റൂ. ഓർമ്മയില്ല ഓർമ്മയില്ല എന്ന് ഇവൾ ആവർത്തിച്ച് പറയുന്നത് എങ്ങും പോവാത്തതുകൊണ്ടാണോ? ഓർമ്മയില്ലാത്തതായി അഭിനയിക്കല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല. എന്തായി? ബില്ലുകളൊക്കെ ക്ലിയർ ആയി. ഡിസ്ചാർജ് സമ്മറിയുമായിട്ട് ഡോക്ടർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ എല്ലാം പാക്ക് ചെയ്തോ? എല്ലാം പാക്ക് ചെയ്തു. നമുക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോവാം കേട്ടോ. വീട്ടിൽ പോകാൻ റെഡി ആയല്ലേ? ഇനി പറയാനുള്ളത് നിങ്ങളോടാണ്. വീട്ടിലെത്തിയാൽ കെയറിന്റെയും മെഡിസിന്റെയും കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. യൂറിൻ ബാഗ് സമയാസമയം മാറ്റണം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ സാധ്യതയുണ്ട്. ഒരേ കിടപ്പായത് കാരണം ബെഡ് സോർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു എയർ ബെഡ് സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഞാനത് ഓൾറെഡി ഓർഡർ ചെയ്ത് കഴിഞ്ഞു ഡോക്ടർ. ഗുഡ്. പിന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ശരീരത്തിന്റെ എല്ലാ ഭാഗവും നനഞ്ഞ ക്ലോത്ത് വെച്ച് നന്നായിട്ട് തുടച്ചു കൊടുക്കണം. ചെയ്യാം ഡോക്ടർ. എന്നാ പിന്നെ എന്തിനാ ഇത്ര പെട്ടെന്ന് പോകുന്നേ? കുറച്ചു ദിവസം കൂടി ഇവിടെ കിടന്നിട്ട് എഴുന്നേൽക്കാൻ പറ്റുന്ന കണ്ടീഷൻ ആവുമ്പോ ഡിസ്ചാർജ് ചെയ്താ പോരെ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇതാ രാജുവിന്റെ ഡിസ്ചാർജ് സമ്മറി. എന്താവശ്യമുണ്ടെങ്കിലും
എന്നെ ഫോണിൽ കോൺടാക്ട് ചെയ്താൽ മതി. ശരി ഡോക്ടർ, താങ്ക് യു. യു ആർ വെൽക്കം. അപ്പോ നമുക്കങ്ങ് പോയാലോ? അവന്തിക ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ടോ? ഏയ് ഇല്ല, എനിക്കങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. അധികം എന്നല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞ ആരുമില്ല. എന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാ. നേര് പറഞ്ഞ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഓർമ്മയിൽ ആദ്യമായിട്ടാ ഇങ്ങനൊരു സുഹൃത്ത്. ഓ, അപ്പോ കല്യാണത്തിന് മുൻപോ? അതെനിക്ക് ഓർമ്മയില്ല. കൊള്ളാം. നേരത്തെ കല്യാണത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഇതെന്നെ പറഞ്ഞു, ഇപ്പോഴും പറയുന്നു ഓർമ്മയില്ല എന്ന്. ഇതെന്താ ഇങ്ങനെ? ജീവിതത്തിലെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ ഒരാൾക്ക് മറക്കാൻ പറ്റുന്നേ? എനിക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്ന് ഞാൻ എങ്ങനെയാ പറയാ? എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നുണ്ടോ? വേണ്ട, താങ്ക് യു. താങ്ക് യു. ഷുഗർ വേണ്ട. ശരിക്കും സമൃദ്ധി ഏത് കോളേജിലാണ് പഠിച്ചത്? അതും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ആകെ ഓർമ്മയുള്ളത് ഒരു ഓർഫനേജാ. അമ്മയും ശിശിരേച്ചിയും ഗൂഗിളും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത് ആ ഓർഫനേജിൽ നിന്നാ ഞാൻ പഠിച്ചേന്നാ. ഇതെന്താ സമൃദ്ധി ഇങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഓർമ്മയില്ലാന്ന് പറയുന്നത്? അവന്തിയോട് ഞാൻ നുണ പറയില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ആക്സിഡന്റോ? അതെങ്ങനെ? അതിനെക്കുറിച്ച് എന്തെങ്കിലും തനിക്ക് ഓർമ്മയുണ്ടോ? അതിനെക്കുറിച്ചും എനിക്ക് ഓർമ്മയില്ല. അവരൊക്കെ പറഞ്ഞു കേട്ടതാ എന്റെ ജീവിതത്തിനെ ആകെ മാറ്റിമറിച്ചത് ആ അപകടമായിരുന്നു. എവിടെ വെച്ചാ അത് നടന്നത്? എന്തായിരുന്നു? സ്ഥലവും സമയമൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ അപകടത്തിനിടയിൽ എന്റെ ജീവിതവും ഓർമ്മകളും എവിടെയോ ചിതറിപ്പോയി. അപകടത്തിന് മുമ്പുള്ള ഞാൻ ആരായിരുന്നെന്നോ എന്തായിരുന്നെന്നോ എല്ലാം ഞാൻ മറന്നുപോയി. ഒന്നും ഓർത്തെടുക്കാൻ പോലും കഴിയുന്നില്ല. അപ്പൊ വെറുതെ അല്ല നീ ഇതുവരെ ആരെയും തിരിച്ചറിയാതിരുന്നത്. നിന്റെ മൈൻഡ് മുഴുവൻ സ്വിച്ച് ഓഫ് ആയി പോയത് ആ ആക്സിഡന്റ് കാരണമാണല്ലോ.